അസ്സലാമു ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രാത്രിയിലത്തെ കുറച്ച് മൊമെൻറ്റ്സാണ് കാണിക്കുന്നത്. അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതിൽ അള്ളാഹുമായിട്ട് അടുക്കുവാൻ വേണ്ടി ഒഴിവാക്കേണ്ട 6 കാര്യങ്ങളും ചെയ്യേണ്ട 6 കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ ദുആ ബുക്കും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഗ്‌രിബ് തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മഗ്‌രിബിൻ്റെ ബാങ്കൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചു. ഇന്ന് ഞാൻ നിസ്കരിക്കുന്നത് എൻ്റെ പുതിയ മുസല്ലയിലാണ്. ഇതെനിക്ക് എൻ്റെ ഇത്ത തന്നതാണ്. ഇക്കാക്കയുടെ ഉമ്മായും വാപ്പായും ഉംറയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന മുസല്ലയാണ് ഇത്. മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഖുർആൻ ഓതാൻ എടുത്ത്. ഞാൻ എന്നും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് 4 പേജ് ഖുർആനാണ് ഓതുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തം കംപ്ലീറ്റായി, പുതിയ ഹത്തം തുടങ്ങുന്നുവെന്ന്. അതിപ്പോൾ 4 ജിസുമായി. ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ദുആകൾ ഓതും. പുതിയതായിട്ട് എഴുതിയ ദുആകളൊക്കെ ഞാൻ ദുആ ബുക്കിൽ നോക്കിയിട്ടാണ് ഓതുന്നത്. പിന്നെ ഇന്നൊരു കൊറിയർ വന്നായിരുന്നു. ഇതിനകത്ത് എൻ്റെ ഇത്താടെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഖുർആൻ ജേർണലിങ് ചെയ്യാൻ വേണ്ടി വാങ്ങിത്തന്ന ഒരു ജേർണൽ ബുക്കാണ്. ഇനി നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒഴിവാക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും പറയാം. നമ്മൾ ഇപ്പോൾ വരെ ഒരുപാട് വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരായിരിക്കും. അതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് വിഷമമൊന്നും വേണ്ട. നമ്മൾ ചെയ്തത് ചെയ്തു. ഇനി അതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും അകന്നാൽ നമുക്ക് എന്തായാലും ശിക്ഷ കിട്ടും. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ കുറ്റബോധം വെച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും ചെയ്യൂല എന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഇനി നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പാട്ട് കേൾക്കുന്നത് ഒഴിവാക്കണം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഇസ്ലാമിക് സോങ്സ് പോലും നമുക്ക് കേൾക്കുന്നത് ഹറാമാണ്. പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സൂറത്തിൻ്റെയൊക്കെ ഖുർആൻ റെസിറ്റേഷൻസ് കേൾക്കാം. പിന്നെ നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാത്ത നഷീദ്സൊക്കെ കേൾക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിലുള്ള പാട്ട് കേൾക്കുന്ന എല്ലാ ആപ്പും ഡിലീറ്റ് ചെയ്ത് കളയണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സിനിമയും സീരീസും ഒക്കെ കാണുന്നത് ഒഴിവാക്കണം. നമ്മുടെ ഫോണിൽ തന്നെ സിനിമയും സീരീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറേ ആപ്പുകൾ കാണും. അതൊക്കെ ഡിലീറ്റ് ആക്കണം. പിന്നെ തിയേറ്ററിൽ പോകണതും ഒഴിവാക്കണം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളത് തിയേറ്ററിൽ പോകാൻ വരാൻ വിളിക്കുമായിരിക്കും. അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറണം. നമ്മൾ മാത്രമായിരിക്കും ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടതെന്ന് ആലോചിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ പ്രൈവറ്റ് ആക്കണം. നമ്മളെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ പോസ്റ്റും സ്റ്റോറിയൊക്കെ ആക്കി ഇടുന്നെങ്കിൽ നമ്മൾ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി വയ്ക്കണം. ഇനി നാലാമത്തെ കാര്യമെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നവരായിരിക്കും. നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിലും ഫോളോയിങ്ങിലുമുള്ള നോൺ മെഹ്റംസ് ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം നമ്മൾ റിമൂവ് ആക്കി കളയണം. അഞ്ചാമത്തെ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ നോൺ മെഹ്റംസ് ആയിട്ടുള്ളവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണം. നമ്മൾ കോളേജിൽ പോണവരായിരിക്കും, നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് നോൺ മെഹ്റംസിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യം വരും. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം അവരടുത്ത് മിണ്ടണം. ആവശ്യമില്ലാതെ നമ്മൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവരടുത്ത് സംസാരിക്കരുത്. നമുക്ക് ചിലപ്പോൾ ഒരു ബാഡ് ഇൻറ്റൻഷൻസും കാണത്തില്ല, പക്ഷേ നമ്മൾ അള്ളാഹു പറഞ്ഞത് അനുസരിക്കണം. ഇനി ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കണം. നമ്മൾ അബ്യൂസീവായിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ഈ 6 കാര്യങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ ഔറത്തൊക്കെ മറച്ച് നമ്മളെ ഡ്രസ്സിങ് നേരെയാക്കണം. ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം മാറ്റാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ പതിയെ പതിയെ ഓരോന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫിറ്റായിട്ട് ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റി ലൂസാക്കണം. പിന്നെ നമ്മൾ മുടിയെല്ലാം കാണിച്ച് ഷാളൊന്നും ഇടാതെ നടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഷാളിടണം, പിന്നെ ഇത് മഫ്തയാക്കണം, പിന്നെ ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടണം. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ എല്ലാം ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ നോൺ മെഹ്റംസുമായിട്ട് ഡിസ്റ്റൻസ് പാലിക്കണം. ഇപ്പോൾ നമ്മൾ കോളേജിലായാലും വർക്ക് ചെയ്യുന്നവരായാലും നമ്മളിപ്പോൾ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുമായിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മളൊരു ഡിസ്റ്റൻസ് പാലിക്കണം. നമുക്കറിയാം നമുക്കൊരു ബാഡ് ഇൻറ്റൻഷൻസും ഇല്ലെന്ന്, പക്ഷേ നമുക്ക് അള്ളാഹു പറഞ്ഞത് നമ്മൾ അനുസരിച്ചേ പറ്റൂ.
ഇനി റിലേഷൻഷിപ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അതെല്ലാം ഒഴിവാക്കണം. ഇനിയിപ്പോൾ സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങളത് ഹലാലാക്കുവാൻ വേണ്ടി നോക്കണം. എത്രയും പെട്ടെന്ന് നിക്കാഹ് ചെയ്യാനുള്ളത് നോക്കണം. അതുവരേക്കും നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഡേറ്റിങ്ങിന് പോകുന്നത് ഒഴിവാക്കണം, വീഡിയോ കോൾസ് ചെയ്യുന്നത് ഒഴിവാക്കണം, ഫോൺ കോൾസ് ചെയ്യുന്നത് ഒഴിവാക്കണം, പിന്നെ കുറേ നേരം ചാറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞ് ഹലാലാക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫർള് നിസ്കാരങ്ങളെല്ലാം കറക്റ്റായിട്ട് നിസ്കരിക്കണം. ഇനി തൊട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് സത്യം ചെയ്യണം, അള്ളാഹുവെ ഇനി ഒരിക്കലും ഞാൻ നിസ്കാരം നഷ്ടപ്പെടുത്തത്തില്ല എന്ന്. നമ്മൾ ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ നിസ്കാരം മറന്നു പോവുകയോ ചെയ്താൽ നമുക്ക് ഖളാ വീട്ടി നിസ്കരിക്കാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 681 നിസ്കാരം ഖളാ വീട്ടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒട്ടും നിസ്കരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ആയിട്ട് നിസ്കരിക്കാൻ പറ്റും. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 705 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 2 നിസ്കാരങ്ങൾ കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്. നമുക്ക് ലൊഹറിനെയും അസറിനെയും ആയിട്ട് നിസ്കരിക്കാൻ പറ്റും. പിന്നെ മഗ്‌രിബിനെയും ഇശായിനെയും ആയിട്ട് നിസ്കരിക്കാൻ പറ്റും. ഇനി നമ്മൾ ഏതെങ്കിലും യാത്രയ്ക്ക് ഇടയിലാണെങ്കിൽ നമുക്ക് നിസ്കാരത്തെ കസറായിട്ട് നിസ്കരിക്കാൻ പറ്റും. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനെയാണ് കസർ എന്ന് പറയുന്നത്. ഇത് സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് 1084 പറയുന്നുണ്ട്. ജംഉം കസറും നിസ്കാരത്തെപ്പറ്റി നമ്മൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഈ നിസ്കാരത്തിൻ്റെ കണ്ടീഷൻസൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന വേറൊരു ചാനലിലെ വീഡിയോ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്നും ഖുർആൻ ഓതാൻ ശ്രമിക്കണം. കുറഞ്ഞത് 1 പേജെങ്കിലും നമ്മൾ ഖുർആൻ ഓതണം ഒരു ദിവസം. ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് എവിടെയെങ്കിലും പോയി വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ 1 ആയത്തെങ്കിലും ആ ദിവസം ഓതണം. നമ്മളടുത്ത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കും, എന്നും ഖുർആൻ ഓതും എന്നൊക്കെ. ഇപ്പോൾ ഇന്ന് തൊട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ എന്നും നിങ്ങൾ ആലോചിക്കണം, സെപ്റ്റംബർ 9 അന്ന് തൊട്ട് ഒരിക്കലും ഞാൻ നിസ്കാരം ഖളാ ആക്കിയിട്ടില്ല. ഇങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിസ്കാരം ഖളാ ആക്കാൻ തോന്നത്തില്ല. 5ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നോമ്പ് പിടിക്കണം. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അസുഖമൊക്കെ ഉണ്ട്, ഗുളിക കഴിക്കണമെന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വിശപ്പ്, തലകറക്കം അങ്ങനെയൊക്കെ പറഞ്ഞ് നോമ്പ് പിടിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നോമ്പ് പിടിക്കാൻ ശ്രമിക്കണം. റമളാൻ മാസത്തിൽ നോമ്പൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ സുന്നത്ത് നോമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച അങ്ങനെയൊക്കെ ഇടയ്ക്ക് സുന്നത്ത് നോമ്പുകൾ പിടിക്കാനും ശ്രമിക്കണം. 6ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൈസ സമ്പാദിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നമ്മൾ സക്കാത്ത് കൊടുക്കണം. നമ്മളെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ പൈസയൊന്നും ഇല്ലാതെ ചാരിറ്റി ചെയ്യുന്ന കാര്യം. നമ്മളെ ഫോണിൽ ഫലസ്തീനിയൻസിൻ്റെ വീഡിയോയൊക്കെ വരും. അപ്പോൾ നമ്മൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. അവർക്കിപ്പോൾ ആകെ കിട്ടുന്ന പൈസ സോഷ്യൽ മീഡിയാസിൽ കൂടി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ലൈക്കും ഷെയറും ഒക്കെ അവർക്ക് ഒരുപാട് സഹായമാവും. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ഓരോ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമ്മൾ അടുത്ത് വന്ന് പൈസ ചോദിക്കത്തില്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ള പൈസ നമ്മൾ കൊടുക്കണം. നമ്മൾ എത്ര കൊടുക്കുന്നു എന്ന് അള്ളാഹു നോക്കത്തില്ല, നമ്മൾ കൊടുക്കാൻ കാണിക്കുന്ന മനസ്സിനെയാണ് അള്ളാഹു നോക്കുന്നത്. ഇത്രയും 12 കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇപ്പോഴത്തെ ദുആ ബുക്ക് കാണിച്ചു തരാം. ഫസ്റ്റത്തെ പേജിൽ ഒരു ലെറ്ററാണ്. അള്ളാഹുവിനെ കറക്റ്റായിട്ട് നിസ്കരിക്കാം, ഇനി മരിക്കുന്നവരെയും ഞാൻ ഒരു നിസ്കാരവും കളയത്തില്ല, അങ്ങനെയൊക്കെ എഴുതിയേക്കുന്ന ഒരു ലെറ്ററാണ് ഫസ്റ്റത്തെ പേജിൽ. പിന്നെ അടുത്ത പേജുകളിൽ ഞാൻ ഓരോ ഇസ്ലാമിക് മന്ത്സും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും എഴുതിയിട്ടുണ്ട്. നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളൊക്കെ കാണത്തില്ലേ ഓരോ മാസത്തിലും, അങ്ങനെയുള്ള ദിവസങ്ങളും ഒക്കെ ഞാൻ അതിലെഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത പേജുകളിൽ ഞാൻ പുതിയതായിട്ട് അറിയുന്ന ദുആകളൊക്കെയാണ് എഴുതിയിടുന്നത്. ഞാൻ ഓരോ ഇസ്ലാമിക് സ്പീച്ചൊക്കെ കേൾക്കുമ്പോൾ അതിൽ ഓരോ ഹദീസിനെ പറ്റിയും അതിലുള്ള ദുആയൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ ഹദീസൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിലുള്ള ദുആ എൻ്റെ ബുക്കിൽ എഴുതിയിടും. അങ്ങനെ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ ദുആകൾ ഓതുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ദുആകളെല്ലാം കാണാതെ പഠിക്കാൻ പറ്റും. എൻ്റെ ഈ ദുആ ബുക്കിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ പഴയ ദുആ ബുക്ക് ഇനി വീട്ടിൽ പോകുമ്പോൾ കിട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇന്ന് കിട്ടിയ ജേണൽ ബുക്കിൽ ഇത്രയും ചെയ്തു. ഫസ്റ്റ് ഞാൻ ഖുർആൻ ജേണലിൻ്റെ ഹെഡിങ് എഴുതി. പിന്നെ തുറക്കുമ്പോഴേ കാണുന്ന പേജിൽ ഒരു ദുആ എഴുതി. നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുആയാണ് ആ പേജിൽ എഴുതിയേക്കുന്നത്.
ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് പറഞ്ഞു തന്നത്. നമ്മൾ തൗബയൊന്നും ചെയ്യാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന അള്ളാഹു നമുക്ക് എന്തായാലും ശിക്ഷ തരും. നമ്മൾ എന്തായാലും നരകത്തിൽ പോവേണ്ടിയും വരും. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനെക്കാട്ടി ഫസ്റ്റ് അള്ളാഹുവിനെ പേടിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു AI നരകത്തിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും അത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് നരകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇശായ്ക്ക് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കിടക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.